ഇതിൽ കിടന്ന് എൻ്റെ മരണം. വളരെ മോശകരമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു അമ്മ. ഈ ഒരു ഷീറ്റിൻ്റെ താഴെയാണ് ചെറിയ ഒരു സൗകര്യത്തിൽ, ഒരു വീടെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സൗകര്യത്തിലാണ് ഈ അമ്മ താമസിക്കുന്നത്. ഒരു കക്കൂസ് കുളിമുറിയെ പോലും അനുവദിച്ച് തന്നിട്ടില്ല, ആരും അനുവദിച്ച് തന്നിട്ടില്ല. ഒരു നല്ലൊരു അടിസ്ഥാനം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ അമ്മയുടെ വീടിൻ്റെ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ കാണിക്കുന്നത്. ഇതുണ്ട് ബാത്റൂം ഒക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അമ്മ, ഒരു പെൺകുട്ടിയുണ്ട്, അവരുമായിട്ട് ജീവിക്കുന്നത്. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴയിൽ പപ്പമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ അമ്മ ഒറ്റയ്ക്കാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. മക്കളെ എനിക്ക് ആരും പോലും ഇല്ലാത്തതാ. 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു തള്ളയിട്ടേച്ച് പോയ അതുങ്ങളെയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അമ്മ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. എത്ര മഴയും കാറ്റും വന്നാലും ആ കുഞ്ഞുങ്ങളും ഞാനും കൂടെ കിടക്കും. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുക, പറന്നു പോകും കാറ്റിന്. ഈ ഷീറ്റൊക്കെ പറന്നു പോകുമായിരുന്നു. അമ്മ ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 10-30 വർഷമായി കാണുമായിരിക്കും. എൻ്റെ ഭർത്താവ് പട്ടി അടിച്ച് മരിച്ചു പോയി 3 വർഷമായുള്ളൂ. ഇതിൽ കിടന്ന് എൻ്റെ മരണം, ഇതിൽ കിടന്ന എൻ്റെ. ഒരിക്കലും ഞാനിവിടെ വരികയുണ്ടായി. നമ്മൾ കിറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്കൊരു കിറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരികയുണ്ടായി. അന്ന് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഈ അമ്മയുടെ ജീവിതം. ഈ അമ്മയുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൈകൾ നീട്ടുന്നത്. വലിയൊരു ബ്രേക്കിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരു ചാരിറ്റി വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാകണം.